ഹലോ നമസ്കാരം, എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കമല ഗോവിന്ദൻ്റെ സിന്ദൂരം എന്ന നോവലിൻ്റെ 14-ാമത്തെ അധ്യായം. ശ്രുതി ഇപ്പുറത്തെത്തുമ്പോൾ വിനയനും സാച്ചിയും ഒരുങ്ങി മുറ്റത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ശ്രുതിക്ക് ഒന്നും വയ്യാത്ത നിലയിലായി. സാച്ചി വരണ്ട എന്ന് ഇനി എങ്ങനെ പറയും? അവളും അവരോടൊപ്പം യാത്ര പറഞ്ഞിറങ്ങി. നടക്കുമ്പോൾ വിനയം പറഞ്ഞു, ചേട്ടത്തിയുടെ അരികിലേക്ക് യാത്ര പോയ ആളല്ലല്ലോ തിരികെ വന്നത്. മുഖത്ത് ഒരു തെളിച്ചില്ലായ്മയുണ്ട്. ഒന്നുമില്ല, ശ്രുതി പറഞ്ഞു. ചേട്ടത്തി വിഷമാണ്. ഇത്രയും വിദ്യാഭ്യാസമോ ലോകപരിചയമുള്ള ഒരു സ്ത്രീയായിട്ട് അവരെ പരിഗണിക്കാനാവില്ല. അസൂയ മൂത്ത സംസ്കാരശൂന്യയും സ്വാർത്ഥവുമായ ഒരു സ്ത്രീയാണ് അവൾ. സത്യം അറിഞ്ഞിരിക്കുന്നത് ശ്രുതിക്ക് നല്ലതാണ്. അത്രയും പറഞ്ഞതല്ലാതെ ശ്രുതി മറ്റൊന്നും പറഞ്ഞില്ല. ജിഷയെക്കുറിച്ച് വിനയൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കാതോർത്തു. ഒന്നും പറഞ്ഞില്ല. തന്നേക്കാൾ അതീവ സുന്ദരിയാണ് ജിഷ. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവളോട് വിനയോട്ടിന് എന്തെങ്കിലും മമത തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്രുതി ഉള്ളിലോർത്തു. പുതിയൊരു വീട്ടിലാണതെങ്കിൽ സാച്ചിക്ക് വലിയ അപരിചിതമൊന്നും തോന്നിയില്ല. ശ്രുതിയുടെ അമ്മ സരസുവാണ് ശ്രുതി പോയതോടെ ജോലിയൊക്കെ ചെയ്തത്. അതിൻ്റെ വിമ്മിട്ടമുണ്ട് അവർക്ക്. രോഗം കലശായിട്ടുണ്ടെങ്കിലും മകളെയും മരുമകനെയും അവരെ ഹാർദവമായിട്ട് സ്വീകരിച്ചു. സാച്ചിയെയും അവർ കാര്യമായി തന്നെ പരിഗണിച്ചു. അവൾക്ക് കാപ്പിയും പലഹാരങ്ങളും ആവശ്യത്തിനധികം നൽകി. അതോടെ സുധിച്ചേച്ചിയോട് അവൾക്ക് വലിയ ഇഷ്ടമായി. സുധിച്ചേച്ചിയുടെ അമ്മയ്ക്ക് ഉണ്ണിയപ്പം, കുഴപ്പം, അലുവയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? അവൾ ചോദിച്ചു. അറിയാലോ, സരസ് ചോദിച്ചു. എന്നാലേ എനിക്കതൊക്കെ ഉണ്ടാക്കി തരണേ. ഞാനിവിടെ തന്നെ നിന്ന് അതൊക്കെ തിന്നോളാം. കേട്ടോ സുധിച്ചേച്ചിയുടെ അമ്മേ? എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സരസു സഹതാപത്തോടെ അവൾ നോക്കി. സമ്മതമെന്ന് തലയാട്ടി. ശ്രുതിയേക്കാൾ സാച്ചിക്ക് ഇഷ്ടമായത് സരസുവിനെയാണ്. വായു തോരാതെ അവൾക്ക് തിന്നാൻ കൊടുക്കുന്നതുണ്ടാകാം. ശ്രുതിയുടെ സഹോദരൻ സുരേന്ദ്രൻ വീട്ടുമുറ്റത്ത് തന്നെ ഒരു ചെറിയ മുറി. അവിടെയാണ് തൻ്റെ റിപ്പയറിംഗ് കട തുടങ്ങിയിരിക്കുന്നത്. കുറേയേറെ TVകളും VCRും റേഡിയോ ഒക്കെ ആ മുറിയിലുണ്ട്. സാച്ചിയുടെ കിലികിലിയുള്ള ചിരിയും പൊട്ടവർത്താനമൊക്കെ അവനും ഇഷ്ടമായി. സുരേന്ദ്രനും സരസും ഒക്കെ അവളുടെ കുസൃതിക്കൊപ്പം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും. സാച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. പ്രശ്നം ഒന്നും ഉണ്ടാക്കാതെ അവളെ തിരിച്ചു കൊണ്ടുപോയിക്കോം എന്ന് വിനയോട്ടനോട് എങ്ങനെയാണ് പറയുക? ശ്രുതി അസ്വസ്ഥയായി. രാത്രിയിൽ സാച്ചി സരസുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശ്രുതിയുടെ അച്ഛൻ്റെ തറവാട് വീടും അമ്മയുടെ വീടും ഒക്കെ അധികം അകലെയില്ലാതെയുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോകണം. സാച്ചി എങ്ങനെ കൊണ്ടുപോകണം? അത് വേണോ? ശ്രുതിക്ക് വിഷമായി. വിനയേട്ടൻ എന്നാൽ സാച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്നാലോ? ശ്രുതി ചോദിച്ചു. ആന്തിനാ? സരസ് ചോദിച്ചു. നിങ്ങൾ രണ്ടാളും പോയിട്ട് വന്നോളൂ. സാച്ചി എൻ്റെ കൂടെ നിന്നോളൂ. അല്ലേ മോളെ? അതെ, ഞാനും ശ്രുതി ചേച്ചിയുടെ അമ്മയും കൂടെ കൂട്ടാൻ വെക്കാൻ അറിയാൻ പോവാ. സാച്ചി തലയാട്ടി. ശ്രുതി മിണ്ടാട്ടം മുട്ടി നിന്നു. എന്നാലും വിനയനോടൊപ്പം തറവാട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ശബ്ദം താഴ്ത്തി ശ്രുതി അമ്മയോട് പറഞ്ഞു. സാക്ഷിയെ സൂക്ഷിക്കണം. അമ്മയുടെ അടുത്തൊന്നും എങ്ങോട്ടും പോകാതെ സൂക്ഷിക്കണം. അത് പിന്നെ നീ പറയണോ പെണ്ണെ? നീ പോയിട്ട് വരാൻ നോക്ക്, സരസ് പറഞ്ഞു. ശ്രുതിയും വിനയനും തറവാട്ടിലേക്ക് പോയി. സരസു സാച്ചിയെ തന്നോടൊപ്പം അടുക്കളയിലിരുത്തി. സാച്ചി സരസുവിന് കറിക്കരിഞ്ഞു കൊടുത്തു, അരച്ചു കൊടുത്തു, വെള്ളം കോരി കൊടുത്തു. ആഹാ, സാച്ചി മിടിക്കുകയാണല്ലോ, സരസു പറഞ്ഞു. സാച്ചി ആഹ്ലാദം കൊണ്ട് ഞെളിഞ്ഞു നിന്നു. വായ് കൂട്ടാതെ ഓരോന്ന് തിന്നുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. ആ സംസാരത്തിൽ നിന്നും വീട്ടിലെ ചരിത്രങ്ങൾ അത്രയും സരസു ചോർത്തിയെടുത്തു. വീട് രണ്ടായതും 2 കാലത്തിൽ അരിവേകുന്നതും വർഷയുടെ സംസ്കാരവും പ്രവൃത്തിയൊക്കെ ഉൾപ്പെടെ. കൂട്ടത്തിൽ തൻ്റെ മുടി വെട്ടിയിട്ടിങ്ങനെ നീളം കുറഞ്ഞ കുറ്റിമുടിയായി തീർന്ന വിധവും അവൾ വിവരിച്ചു. സരസു ഒരുപാട് ചിരിച്ചു, ചിലപ്പോൾ കഷ്ടം വെച്ചു, പലപ്പോഴും അവളോട് സഹതപിച്ചു. പാവം പാവം കുട്ടി, ഇതിൻ്റെ വിധി ഇങ്ങനെയാണല്ലോ. ജോലിയെല്ലാം തീർന്നതോടെ സരസു പറഞ്ഞു, മോളിനെ കുളിച്ച് തുണിയൊക്കെ മാറ്റിയിട്ട് വൃത്തിയായിട്ട് മിടുക്കിയായിട്ട് വാ. സാച്ചി കുളിച്ചു. കൂടെ കൊണ്ടുവന്നിരുന്ന ബ്രീഫ് കേസിൽ നിന്ന് ഒരു പാവാടയും ബ്ലൗസ് എടുത്ത് അവൾ ധരിച്ചു. പൗഡർ ഇട്ടു, കണ്ണെഴുതി, പൊട്ടു തൊട്ടു, മുടി ചീകി നെറുകയിൽ കെട്ടിവെച്ചു. എന്നിട്ട് സരസുവിൻ്റെ അരികിൽ വന്നു. ഞാൻ സുന്ദരിയായി ശ്രുതി ചേച്ചിയുടെ അമ്മേ? സാച്ചി ചോദിച്ചു. നല്ല പഷ്ട സുന്ദരിയായിട്ടുണ്ട്, സരസ് പറഞ്ഞു. പൊട്ട് ചെരിച്ചാണ് തൊട്ടിരിക്കുന്നത്. കണ്ണെഴുതിയിരിക്കുന്നത് ശരിക്കല്ല. എങ്കിലും അവർ പറഞ്ഞു, പ്രശംസിച്ചു. സാച്ചിക്ക് ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? ഇനി അമ്മയൊന്ന് കുളിക്കട്ടെ. സാച്ചി അടുക്കളയിൽ തന്നെ ഇരുന്നോണേ, സരസ് പറഞ്ഞു. ഇരുന്നോളാം അമ്മേ, അവൾ സമ്മതിച്ചു. അവൾ ചമ്മറം മടഞ്ഞ് അടുക്കളയിൽ കുത്തിയിരുന്നു. സരസ് നൽകിയ ഉപ്പേരി ചവയ്ക്കാൻ തുടങ്ങി. സരസ് കുളിക്കുവാനായി കുളിമുറിയിൽ കയറി. തെല്ല് കഴിഞ്ഞപ്പോൾ കടയിൽ നിന്നും സുരേന്ദ്രൻ അകത്തേക്ക് കയറിയത്.
അമ്മേ, ഒരു ഗ്ലാസ് വെള്ളം എന്താ? സുശേഷിയുടെ അമ്മ കുളിക്കുക, വെള്ളം ഞാൻ തരാവേ. സാച്ചി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതുമായിട്ട് സുരേന്ദ്രൻ്റെ അടുത്തെത്തി. എന്നാ വെള്ളം കുടിച്ചോ. വെള്ളം നീട്ടിക്കൊണ്ടുള്ള സാച്ചിയുടെ നിൽപ്പ്, അവളുടെ മുഖത്തുദിച്ച ചിരി, മിഴിയിലെ തിളക്കം. സുരേന്ദ്രൻ അവളെ ആകെ ഒന്ന് ശ്രദ്ധിച്ചു. പൊട്ടിയാണെങ്കിലും ഇവളെ ആൾ കൊള്ളാമല്ലോ. ആരോ ഒന്ന് തൊടാൻ കൊതിക്കുന്നത്ര അഴകുണ്ട് ഈ മുഖത്ത്. കൈക്കുള്ളിൽ ഒതുക്കി പിടിക്കാൻ ഏത് പുരുഷനും ഒന്ന് കൊതിച്ചു പോകും, കടഞ്ഞെടുത്ത അവയവഭംഗി കണ്ടാൽ. ഇന്നാ വെള്ളം, എൻ്റെ കൈ കഴിക്കുക, സാച്ചി പറഞ്ഞു. അമ്മ എന്തിയേ? സുരേന്ദ്രൻ മിടയിറക്കി. സാച്ചി ചിരിച്ചുപോയി ഉറക്കെ. സുധിച്ചേച്ചിയുടെ അമ്മ കുളിക്കുവാന്ന് ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ സുരേൻ ചേട്ടൻ കേട്ടില്ലായിരുന്നോ? അല്ല, കേട്ടായിരുന്നു. സുരേന്ദ്രൻ ചമ്മി. എന്നാ വെള്ളം കുടിച്ചോ, അവൾ പറഞ്ഞു. ഗ്ലാസ് ഒന്നുകൂടി നീട്ടിപ്പിടിച്ചു. നീ ഒരു കൊച്ചു സുന്ദരിയാണല്ലോ പെണ്ണെ. സുരേന്ദ്രൻ വെള്ളം വാങ്ങി. സുധിച്ചേച്ചിയുടെ അമ്മയും പറഞ്ഞല്ലോ ഞാൻ സുന്ദരിയാണെന്ന്. നല്ല പഷ്ടു സുന്ദരി. സുരേന്ദ്രൻ കൈയതിച്ച് അവളുടെ കവളത്തുനിന്ന് നുള്ളി പറിച്ചാൽ എനിക്ക് വേദനിക്കും കേട്ടോ സുരേൻ ചേട്ടാ. സാച്ചിയുടെ ഭാവം മാറി, മുഖം വീർത്തു. സുരേന്ദ്രന് പരിഭ്രമമായി. വെള്ളം കുടിച്ചിട്ട് തിരികെ ഗ്ലാസ് അവൻ വെച്ചവൻ മുറ്റത്തേക്ക് ഇറങ്ങി. കടയ്ക്കുള്ളിലിരിക്കുമ്പോഴും അഴിച്ചിട്ട ടി വിയുടെ പാർട്സുകൾ കൂട്ടിച്ചേർക്കുമ്പോഴും സുരേന്ദ്രൻ്റെ കണ്ണുകൾ അവളുടെ ആ കടഞ്ഞെടുത്ത അവയവഭംഗിയിൽ മിഴിവാർന്നു നിന്നു. അവളൊരു പൊട്ടിയല്ലായിരുന്നുവെങ്കിൽ സുരേന്ദ്രൻ അവളെ താലിയിട്ട് കൈക്കുള്ളിൽ ഒതുക്കുമായിരുന്നു. ശ്രുതിയുടെ വിവാഹത്തോടെ വീട്ടിൽ ആളില്ലാതായിരിക്കുന്നു. അമ്മയ്ക്കും വയ്യ. സുരേന്ദ്രൻ ഉടനെ വിവാഹിതനായേ പറ്റൂ. ആ സ്ഥിതിക്ക് റൂട്ട് ക്ലിയർ. പക്ഷെ എന്തു ചെയ്യാം, സാച്ചി പൊട്ടിയായിപ്പോയില്ലേ. പൊട്ടിയായി ജനിച്ചവൾക്ക് ഇത്രയേറെ അഴകും അവയവഭംഗിയും എന്തിനാണ് ദൈവം നൽകിയത്? സുരേന്ദ്രൻ ചോദിച്ചുപോയി. കുളി കഴിഞ്ഞ് വന്നപ്പോൾ സരസു തന്നെ സാച്ചിയും കൊണ്ട് കടയ്ക്കുള്ളിലെത്തി. മകനോട് സംസാരിച്ച് വെറുതെ ഇരിക്കുക അവരുടെ പതിവാണ്. സുരേന്ദ്രൻ്റെ മിഴികളിടയിൽ സാച്ചിയിൽ പതിഞ്ഞു. അവളെ നിരങ്ങി നീങ്ങി അവൻ്റെ അടുത്തെത്തി. ഇതെന്നതാ ഈ ഉണ്ടാക്കുന്നേ? അതെന്നതാ വയറിൻ്റെ അറ്റത്ത്? അങ്ങനെ ഓരോ ചോദ്യങ്ങൾ. സുരേന്ദ്രൻ ഉത്തരം പറയുകയും അവളെ നോക്കി നിൽക്കുകയും ചെയ്തു. ഇടയ്ക്ക് അയൽക്കാരിൽ ഒരുവൾ വന്നതോടെ സരസു അവർക്കരികിലേക്ക് നീങ്ങി. സുരേന്ദ്രൻ കിട്ടിയ ലാക്കിന് സാച്ചിക്ക് താൻ ചെയ്യുന്നതെന്ന് വിവരിക്കുന്ന മട്ടിൽ അവളെ തൊടുകയും തട്ടുകയും തലോടുകയൊക്കെ ചെയ്തു. അവൾക്കത് മനസ്സിലായതുമില്ല. ആ വീട്ടിലുള്ളവരെ അമിതമായ സ്നേഹം നൽകിയപ്പോൾ അവളതിൽ മതിമറന്നു പോവുകയായിരുന്നു. ശ്രുതിയും വിനയനും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സാച്ചി സുരേന്ദ്രൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ശ്രുതിക്കൊരു ആങ്ങളുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ സൂക്ഷിച്ചോണം. വർഷമെടുത്തിയുടെ താക്കീത് പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വന്നു. സാച്ചി, ഗൗരവത്തിൽ അവൾ വിളിച്ചു. ഹായ്, ശ്രുതി ചേച്ചി വന്നോ? സാച്ചി ആഹ്ലാദത്തോടെ ചാടി എഴുന്നിട്ടു. കൊച്ചേട്ടാ, നമുക്ക് വീട്ടിൽ പോകാം, അവൾ ചോദിച്ചു. നാളെ പോകാം സാച്ചി, വിനയം പറഞ്ഞു. നമ്മളെ കാണാനിട്ടേ അമ്മയും അച്ഛനും കരയും കൊച്ചേട്ടാ. സാച്ചിക്ക് സങ്കടമായി. എനിക്ക് പോകണം, എനിക്ക് അമ്മയെ കാണണം കൊച്ചേട്ടാ, അവൾ ചിടുങ്ങാൻ തുടങ്ങി. ശ്രുതിക്ക് ആശ്വാസമായി. അവൾ വിനയനെ നോക്കി. ഞാൻ സാച്ചിയെ കൊണ്ടുപോയി വീട്ടിലാക്കാം, വിനയം പറഞ്ഞു. ശ്രുതി ഉടൻ തന്നെ സമ്മതിച്ചു. വിനയനോടൊപ്പം സാച്ചി പുറപ്പെട്ടു. വീട്ടിലെത്തിയോടെ സാച്ചി ഉത്സാഹവതയായി. ദേവൂട്ടിയെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു. അമ്മ എന്നെ കാണാനിട്ട് ഒത്തിരി കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അമ്മേ. എന്നാത്തിന്? നീ പോയത് നിൻ്റെ കൊച്ചാട്ടയുടെയും സുതിച്ചേച്ചിയുടെയും കൂടെ അല്ലേ? പിന്നെന്തിനാ ഞാൻ കരയുന്നത്? ദേവൂട്ടി ചോദിച്ചു. അവർക്ക് കരച്ചിലായിരുന്നില്ല, ഭീതി. സാച്ചി എന്തെങ്കിലും കാട്ടിക്കൊട്ടു എന്നുള്ള ഒരു ഭീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രശ്നമില്ലായിരുന്നു അമ്മേ. സുധിയുടെ അമ്മയായിട്ട് നല്ലവണ്ണം ഇണങ്ങി. ഇവിടെ മരിക്കാൻ ആ അമ്മയ്ക്ക് നല്ല വിഷമായിരിക്കുന്നു, വിനയം പറഞ്ഞു. ആഹാ, പിന്നെന്തിനാ ഞാൻ കരയുന്നത്? ദേവൂട്ടി മകളെ തലോടി. കൊച്ചേട്ടാ, സാച്ചി വിനയനെ പിടിച്ചു. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നെന്ന്. എന്നാലും നമുക്കങ്ങ് പോകാം കൊച്ചേട്ടാ, സുധിച്ചേച്ചിയുടെ വീട്ടിൽ. ഇനിയോ? വിനയൻ നന്ദാളിച്ചു. പോകാം കൊച്ചേട്ടാ, പോകാം കൊച്ചേട്ടാ. സാച്ചി കരച്ചിലായി. ഒരു വിധത്തിലാണ് വിനയൻ തിരികെ പോയത്. അത് സാച്ചി ഒളിച്ചു. എനിക്ക് ഈ സുധിച്ചേച്ചിയുടെ അമ്മയെ വലിയ ഇഷ്ടമാണ് അമ്മേ. എന്നെ അങ്ങോട്ടൊന്നുകൂടെ വിടാവോ അമ്മേ? അവിടെ കരച്ചിലായി. കൊച്ചേട്ട എന്നെ കൊണ്ടുപോയില്ല. കൊച്ചേട്ടയോട് എനിക്കിഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ചുമ്മാതല്ല അവൻ നിന്നെ വിളിച്ചു പോയത്, ദേവൂട്ടി ചിരിച്ചു. കുമ്മ ചിരിക്കണ്ട കേട്ടോ കുമ്മേ. സാച്ചി വീർത്ത മുഖത്തോടെ തലതിരിച്ചു. നിലത്ത് പടിഞ്ഞിരുന്നവൾ കാലിട്ടടിച്ചു. ദേവൂട്ടി അത് കണ്ടില്ലെന്നടിച്ച് അടുക്കളയിലേക്ക് കയറി. സാച്ചി ധരിച്ചിരുന്ന ഡ്രസ്സ് ഊരി തറയിലിട്ട് ചവിട്ടിത്തെച്ചു. കൊച്ചേട്ടാ, ഇരുട്ടുമുത്തന, കാട്ടുമാക്കാന, എന്നെ കൊണ്ടുപോയില്ല കുരങ്ങൻ, 100 കുരങ്ങൻ, സാച്ചി വീണ്ടും വീണ്ടും പറയുകയായി. 3-ാം ദിവസം ശ്രുതിയും വിനയനും തിരിച്ചെത്തി. സാച്ചി വിനയനോടൊപ്പം കിടക്കാറുണ്ട് എന്നും സാച്ചിയുമായുള്ള പ്രശ്നം കാരണം അയൽക്കാരനായ ചന്ദ്രൻ വീട് വിട്ടുപോയി എന്നും വളരെ നയപരമായ സമീപനത്തിലൂടെയും സംസാരത്തിലൂടെയും ശ്രുതി വിനയനിൽ നിന്നും ചോർത്തിയെടുത്തിരുന്നു. ഇതിനോടകം വർഷയെടുത്ത് കള്ളം പറഞ്ഞതല്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി. അതോടെ സാച്ചിയെ അവൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരുതരം പേടിയോടെ തന്നെ. കാരണം അവൾക്കൊരു സഹോദരൻ ഉള്ളതാണല്ലോ. എന്നാൽ ജിഷയുമായിട്ട് വിനയൻ ഒടുക്കിയത് എന്തിനാണ് എന്ന്
അവൾ ചോദിച്ചില്ല വിനയനോട്. സാക്ഷിയുടെ കാര്യം ചോദിക്കുന്നത് പോലെയല്ല ജിഷയുടെ കാര്യം ചോദിച്ച. സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടെ നിന്നാൽ സത്യം അറിയാൻ കഴിയും. എന്നിട്ടേ പ്രവർത്തിക്കാവൂ. പരസ്പരം കാണാതിരിക്കാൻ മതിലുണ്ടെങ്കിലും ജിഷ വെള്ളം കോരാനായി ഇപ്പുറത്തെത്തുന്ന സമയം കൃത്യമായിട്ട് ശ്രുതി ആവശ്യത്തെത്തിയിരിക്കും. വിനയൻ എവിടെ നിൽക്കുന്നു, നോട്ടം എങ്ങോട്ട് പോകുന്നു, ജിഷയുടെ മിഴികൾ വിനയനെ തിരിയുന്നുണ്ടോ എന്നായി അന്വേഷണം. വർഷയുടെ ഉദ്ദേശം ഫലിച്ചു. ശ്രുതിക്ക് ശരിയായ മനസമാധാനം കിട്ടരുതേ എന്ന് ഒരു ഭിത്തിക്കപ്പുറത്ത് കഴിയുന്ന അതിസുന്ദരിയായ ജിഷ ശ്രുതിയുടെ പകലുകളിൽ ആശങ്കയായും നൊമ്പരമായും രാത്രികളിൽ ഉറക്കമില്ലായ്മയും അങ്ങനെ മിഴിവോടെ നിന്നു. ആ വൈകുന്നേരം ദേവൂട്ടിക്ക് നടുവിനൊരു വെട്ടൽ, വല്ലാത്ത വേദന. ശ്രുതി ദേവൂട്ടിയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോയി. സാക്ഷിയെ എലമ്മയുടെ അടുത്ത് ആക്കുകയും ചെയ്തു. അവളെ എലമ്മയുടെ അകത്തിരുന്ന് കപ്പ പൊളിച്ച് കൊത്തി നുറുക്കുന്നത് അവരെ സഹായിക്കായിരുന്നു. അപ്പോഴാണ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. വലിയേട്ടായും ചേച്ചിയമ്മയും വന്നു. ഞാൻ പോകുക എലമ്മമ്മേ. സാക്ഷി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. ഒന്ന് പതുക്കെ ഓർഡർ ചെയ്യണേ, എലമ്മ വിളിച്ചു പറഞ്ഞു. പതുക്കെ എലമ്മമ്മേ, സാക്ഷി വിളിച്ചു കൂവി. അവൾ ഓടി മുറ്റത്തെത്തുമ്പോൾ വന്നത് ഉദയനും വർഷനയും അല്ല, സുരേന്ദ്രനാണ്, ശ്രുതിയുടെ സഹോദരൻ. ശ്രുതി ചേച്ചിയുടെ അടുത്തെ സുരഞ്ജേട്ടൻ എന്തിനാ വന്നേ? അവൾ ഓടി അടുത്തെത്തി ബൈക്കിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. അയ്യടാ, നല്ല വണ്ടി, നല്ല ചുവന്ന വണ്ടി. എന്നെ ഇതിൻ്റെ പുറത്തുനിന്ന് കയറ്റാവോ സുരഞ്ജേട്ടാ? സാക്ഷി അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞു. ഒന്ന് ഓടിക്കുമോ സുരഞ്ജേട്ടാ എന്നെയും വെച്ച്? സുരേന്ദ്രൻ അവൾ നോക്കി. എന്നിട്ട് പുഞ്ചിരിയോടെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയിട്ട് വെച്ചു. സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വണ്ടിയുടെ ക്യാരിയറിൽ കെട്ടിവെച്ച് പൊതിക്കെട്ട് സാക്ഷി ശ്രദ്ധിച്ചത്. ഇതെന്നതാ സുരഞ്ജേട്ടാ? അവൾ ചോദിച്ചു. മാമ്പഴാണ്, കുറേ പലഹാരങ്ങളും അമ്മ തന്നു വിട്ടതാ, അവൻ പറഞ്ഞു. ശ്രുതി ചേച്ചിയുടെ അമ്മ സാക്ഷിക്ക് തിന്നാൻ തന്നു വിട്ടതാണോ മാങ്ങാപ്പഴവും അപ്പോൾ ഒക്കെ? സാക്ഷി തന്നെ തിന്നോളം പറഞ്ഞായിരുന്നോ സുരഞ്ജേട്ടാ? അമ്മൂളി. സാക്ഷിക്ക് കൊതിമുത്തി. കണ്ണുകളിൽ ആർത്തി പെരുകി. അവളെ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങി. പൊതിക്കെട്ടുണ്ടാഞ്ചി അകത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി. പൊതിക്കെട്ടഴിച്ചു. അച്ചപ്പം, മൗലോസുണ്ട, ഉണ്ണിയപ്പം, മാമ്പഴം, മാങ്ങ. സാക്ഷി പാവാട വിതിർത്ത് അതിലേക്ക് പെറുക്കിയിടാൻ തുടങ്ങി. വീട്ടിൽ ആരുമില്ലാത്ത തക്കം. സുരേന്ദ്രനെ എത്ര നിയന്ത്രിച്ചിട്ടും പിടിവിട്ടുപോയി. പിന്നിൽ നിന്നും സുരേന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. ഓർക്കാപ്പുറത്തായിരുന്നാൽ സാക്ഷിയുടെ പാവാടത്തുമ്പിൽ പിടിവിട്ടുപോയി. അവളുടെ ചുറ്റും പലഹാരങ്ങൾ ചിതറി വീണു. അയ്യോ, എൻ്റെ അപ്പം പോയേ! അവളത് പെറുക്കിയെടുക്കാൻ ധൃതി. സുരേന്ദ്രനും പിടിമുറുക്കി. അപ്പോഴാണ് സുഖുവിൻ്റെ വരവ്. അധ്യായം 33. സുരേന്ദ്രനെ പിടലേക്ക് തന്നെ സുഖു പിടിമുറുക്കി. അവൻ്റെ കൈകളുടെ ശക്തി ചോർന്നുപോയി. സാച്ചിയിൽ നിന്നുള്ള പിടിവിട്ടു. ആ തക്കത്തിന് സാച്ചി ധൃതിയിൽ താഴെ വീണ പലഹാരങ്ങൾ പെറുക്കി പാവാടക്കുള്ളിലേക്ക് ഇട്ട് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞു. അവൾ ദേഷ്യത്തോടെ സുരേന്ദ്രനെ നോക്കി. സുധിച്ചേച്ചിയുടെ കൂരഞ്ചേട്ടനെ എനിക്ക് ഇട്ടല്ല, എൻ്റെ അപ്പം മുഴുവൻ കളഞ്ഞ്. സുഖു സുരേന്ദ്രനെ തത്തിച്ച് വരാന്തയിൽ നിന്നും മുറ്റത്തേക്ക് തള്ളി. ഡാഷ് മോനെ, വീട്ടിൽ കയറി പോക്കിത്തരം കാണിക്കുന്നോടാ. സുരേന്ദ്രൻ ആരെന്നത് സുഖു മറന്നുപോയി. അവനിപ്പോൾ അയാൾക്ക് ശത്രു മാത്രമാണ്. തളർന്നുപോയ സുരേന്ദ്രൻ സുഖുവിൻ്റെ ശക്തിയായ തളലിൽ മുറ്റത്തേക്ക് വീണു. അവൻ വീണതോ മരുന്നും വാങ്ങി വരുന്ന ദേവൂട്ടിയുടെയും ശ്രുതിയുടെയും കാൽക്കലേക്ക്. ചേട്ടാ! അന്താളിപ്പോടെ ശ്രുതി ഓടി വന്ന് സുരേന്ദ്രനെ പിടിച്ചു നിർത്തി. എന്താ ചേട്ടാ? എന്താ? എന്തുണ്ടായി? സുരേന്ദ്രൻ വിളറി വിയർത്തു നിന്നു. എന്താണ് ഈ കാട്ടിയെ? ദേവൂട്ടി സുഖുവിനോട് ചോദിച്ചു. എന്താണെന്നോ? നീ എവിടെ പോയതാടി? സുഖു മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. ഞാൻ എൻ്റെ നടുവിന് വേദനയായിട്ട്. നിൻ്റെ നടുവ് ഞാനിന്ന് ചവിട്ടി ഓടിക്കും, ഇടയ്ക്ക് കയറി സുഖു പറഞ്ഞു. പറയുക മാത്രമല്ല, ദേവൂട്ടിയുടെ കരണത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു. ദേവൂട്ടി ഞെട്ടിപ്പകച്ചുപോയി. ആദ്യമായിട്ടാണ് സുഖു ദേവൂട്ടിയുടെ ദേഹത്ത് കൈവെക്കുന്നത്. നിനക്ക് ഈ നാശത്തിനെ കൂടി കെട്ടിയെടുക്കാൻ മേലായിരുന്നടി. കണ്ടവനൊക്കെ കയറി പിടിക്കാനായിട്ട് സൗകര്യം കൊടുത്ത് അവൾ പോയേക്കുന്നു. പലഹാരമിട്ട് പാവാടത്തുമ്പ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മറത്ത് മിഴിച്ചു നിൽക്കുന്ന സാക്ഷിയെ അയാൾ വലിച്ച് മുറ്റത്തേക്ക് ചാടിച്ചു. നശിക്കാനായിട്ടുണ്ടായിരുന്ന മുടിഞ്ഞ സന്തതി. അപ്പോഴും അവളുടെ പിടിവിട്ടുപോയി. പലഹാരങ്ങളെ മുറ്റത്ത് മണ്ണിലേക്ക് ചിതറി വീണു. സാക്ഷിക്ക് ചങ്ക് വരയ്ക്കാൻ വേറെ കാരണം വല്ലതും വേണോ? അയ്യോ, എൻ്റെ അപ്പം കളഞ്ഞ ഈ കുച്ചൻ! അവൾ മണ്ണിൽ കൊത്തി അതൊക്കെ എടുത്ത് പെറുക്കാൻ തുടങ്ങി. പാവാടയിലേക്ക് തന്നെ. എൻ്റെ അച്ഛൻ കളഞ്ഞ് അരിയുണ്ടേലും മണ്ണ് പറ്റിച്ച്. സാക്ഷി ഇരുന്ന ഇരിപ്പിൽ സുഖുവിനെ തുറിച്ചു നോക്കി. പോടാ, നീ എൻ്റെ അപ്പം മണ്ണിലിട്ടിട്ടുണ്ടല്ലോ. നിൻ്റെ അമ്മയുടെ അവിടുത്തെ ഒരു അപ്പവും അരിയുണ്ടേ. സുഖു കലിപ്പോടെ അവളുടെ പുറത്തിനൊരു ചവിട്ട് കൊടുത്തു. സാക്ഷിയുടെ മുഖം മണ്ണിൽ പൂണ്ടു. അയ്യോ, എന്നെ ഈ കൂച്ചൻ ചവിട്ടിയെ! സാക്ഷി അലറിക്കരഞ്ഞു. പിന്നെ ഉരുണ്ടു പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ മുഖത്തും വായിലും മണ്ണുണ്ട്. മൂക്കിൽ നിന്നും ചോരയും കിരിഞ്ഞു. എന്താ, നിങ്ങളിതിനെ കൊല്ലാൻ പോവാണോ? ദേവൂട്ടി മുന്നോട്ട് നീങ്ങി സാക്ഷിയെ പിടിക്കാൻ. മാറി നിൽക്കടി! സുഖു ദേവൂട്ടിയെ തള്ളി നീക്കി. അവരും മുറ്റത്തേക്ക് വീണു. എന്നിട്ട് സാക്ഷിയെ വീണ്ടും കുരിച്ചു നിർത്തി. പുറത്തെടുക്കുകയും കൈ എത്തുന്നിടത്ത് കടിക്കുകയും ചെയ്തു. അയ്യോ,
ഹേലമ്മാമേ, ഷാൻഡിയെ, കുട്ടപ്പായുടെ അച്ഛാ, ഓടി വായോ, എന്നെ ഈ കൊച്ചൻ കൊല്ലുവാണേ. സാച്ചി ഉറക്കം നിലവിളിച്ചു. നീ ചാക്, നീ ചാക്. എന്തിനാ ഇത്ര ഒരു ജന്മം? ഇങ്ങനെ ഒരു മകൾ എനിക്ക് വേണ്ട. നിന്നെ ഞാനിന്ന് കൊല്ലും. നീ ചാക്. താഴെ വീണ് ഉരുണ്ട് കരയുന്ന സാച്ചിയെ സുഖു ചവിട്ടി ഉരുട്ടി. ഏലമ്മാമയും മേരിയൊക്കെ അവളുടെ അലർച്ച കേട്ട് ഓടി വന്നു. വീണ്ടും തടസ്സം പിടിക്കാൻ വന്ന ദേവൂട്ടിയെ സുഖു തട്ടിമാറ്റി. ധൈര്യത്തോടെ സുഖുവിനെ തടയാൻ ചെന്നത് ഏലമ്മയാണ്. അവർ ചോദിച്ചു, ഇതെന്നതാ സുഖു ഈ ബോധമില്ലായ്ക കാണിക്കുന്നത്? അതൊരു മനുഷ്യജീവിയല്ലേ? ഇങ്ങനെ ചവിട്ടി ഉരുട്ടാൻ മാത്രം അതെന്ത് തെറ്റാ ചെയ്തത്? ഇത്ര ഒരെണ്ണം ഉണ്ടാകാൻ പോയത് വലിയ തെറ്റാ ചേർത്തി. അതിപ്പോൾ ഉണ്ടായിപ്പോയത് അതിൻ്റെ തെറ്റാണോ? ഇങ്ങനെയായി തീർന്നത് അതിൻ്റെ കുറ്റമാണോ? ഏലമ്മ ചോദിച്ചു. മഹാപാപമുണ്ട്. നിങ്ങളിതിനെ ഇങ്ങനെ ഇട്ട് ചതച്ചാൽ ദൈവം പൊറുക്കല. ദൈവം പൊറുക്കാണ്ടിരിക്കാൻ എന്താ? ദൈവം ഞങ്ങൾക്കിട്ട് ചെയ്ത ചെയ്ത്തല്ല ഇത്. ഇതിന് തക്കതായിട്ട് ഞങ്ങൾ അങ്ങേരോട് എന്താ ചെയ്തത്? സുഖു ചോദിച്ചുപോയി. ഏലമ്മ സാച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഏലമ്മാമേ, സാച്ചി അവരെ കെട്ടിപ്പിടിച്ചു. ഈ കൊച്ചൻ എന്നെ കൊല്ലാൻ നോക്കൂ ഏലമ്മാമേ. കൊല്ലും. നിന്നെ ഞാൻ അധികം വൈകാണ്ട് കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഞാനും ചാകും. സുഖു പറഞ്ഞു. എന്നെ ഇപ്പം അങ്ങനെ കുഴിച്ചു മൂടണം കേട്ടോ. നോക്കിക്കോ, രാത്രി വരട്ടെ. രാത്രിയിലോട്ട് ഞാൻ അച്ഛനെ ഇറക്കിവിടും. എന്നിട്ട് വലിയൊരു കുഴി വെട്ടി കുഴിച്ചിടും. അപ്പോൾ കാണാലോ കളി. സാച്ചി വീരോടെ വിരൽ ചൂണ്ടി കുത്തി വീർപ്പിച്ചു. എൻ്റെ എല്ലാം തട്ടിക്കളഞ്ഞേക്കോ. എന്നിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, 5 കണ്ണനെ പോലെ കണ്ണും മെഴുപ്പിച്ചിട്ട്. അവൾ ചീറി. എല്ലാം കണ്ടും കേട്ടും സ്തംഭിച്ചു നിൽക്കുകയാണ് സുരേന്ദ്രൻ. സാച്ചിയോട് അങ്ങനെ പെരുമാറണമെന്ന് മനഃപൂർവ്വം കരുതി വന്നതെന്നല്ല സുരേന്ദ്രൻ. വീട്ടിൽ വന്ന് അവളെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു എന്നത് സത്യം. എന്ന് കരുതി അവളെ നശിപ്പിക്കണമെന്നവൻ കരുതിയിട്ടേയില്ല. പക്ഷെ വന്നപ്പോൾ ഒത്തിണങ്ങിയ സാഹചര്യം, സാച്ചിയുടെ തുറന്ന ഇടപെടൽ, സ്വയം അറിയാതെ അവൻ അവളെ ഇറുകി പിടിച്ചുപോയതാണ്. അത്ര വലിയ തെറ്റും നാണക്കേടുമാണെന്നവൻ അറിയുന്നു. ഇപ്പോൾ തൻ്റെ പെങ്ങളാണ് ഈ വീട്ടിൽ ഇനിയും താമസിക്കേണ്ടത്. അവൾക്കിനി തലയുയർത്തി പിടിക്കാനാവില്ല. സുരേന്ദ്രൻ എല്ലാം ഇപ്പോൾ അറിയുന്നുണ്ട്. പക്ഷെ സംഭവിച്ചു പോയില്ലേ. ഇനി പോം വഴിയൊന്നുമില്ല. അതാണ് സത്യം. ദേവൂട്ടിയും ശ്രുതിയും അറിഞ്ഞു അവിടെ നടന്നത് എന്താണെന്ന്. അയൽക്കാരെന്തൊക്കെയോ ഊഹിച്ചു. സത്യം എന്തെന്ന അന്താളിപ്പോടെ സുരേന്ദ്രൻ മെല്ലെ പിൻവലിഞ്ഞു ബൈക്കിനടുത്തേക്ക്. അതിൽ കയറി എങ്ങനെയോ രക്ഷപ്പെടാനായിരുന്നു അവൻ്റെ പ്ലാന്. ശ്രുതി അവൻ്റെ അടുത്തേക്ക് ചെന്നു. അടക്കി പിടിച്ച ദേഷ്യവും സങ്കടവും അവമാനവും ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ചേട്ടൻ എന്താണ് ഈ ചെയ്തത്? ഇതിനായിരുന്നോ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്? സുരേന്ദ്രൻ ചൂളിച്ചുരുങ്ങി. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ താമസിക്കും ചേട്ടാ? ഇതിലും പേരെ എന്നെ കൊല്ലുന്നതായിരുന്നില്ലേ ഏട്ടാ? സുരേന്ദ്രൻ അനിയത്തിൻ്റെ മുമ്പിൽ വല്ലാതെ ചുരുങ്ങി. അപ്പോഴാണ് ഉദയനും വർഷയും ഗേറ്റിങ്കിലെത്തിയത്. മതിലിനപ്പുറത്ത് അവരെ പുതിയ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും മുറ്റത്ത് ആൾക്കൂട്ടം കണ്ടപ്പോൾ ഉദയം ബൈക്ക് മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റി. സുരേന്ദ്രൻ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോഴേക്കും ഗേറ്റ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തുണ്ടായി ഇവിടെ? എന്താ എല്ലാവരും കൂടി നിൽക്കുന്നത്? ഉദയൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. എന്താ ശ്രുതി? വർഷ ചോദിച്ചു. ശ്രുതി മിണ്ടിയില്ല. ദേവൂട്ടി വരാന്തയിലേക്ക് കയറി. തളർന്നിരിക്കുകയാണ്. മുറ്റത്ത് കുത്തിയിരിക്കുന്ന സുഖവും മിണ്ടിയില്ല. ഞാൻ പറയാൻ വല്യേട്ടാ. സാച്ചി ഓടി ഉദയൻ്റെ കയ്യിൽ പിടിച്ചു. സങ്കടത്തോടെ പറഞ്ഞു. ശ്രുതി ചേച്ചിയുടെ സുരഞ്ചേട്ടൻ ഒരുപാട് അപ്പം കൊണ്ടുവന്നു. ഞാനത് കുറച്ചെടുത്തപ്പോൾ ഈ കൊച്ചിന് അതെല്ലാം തട്ടിക്കളഞ്ഞു. അന്നേരം ഞാനതൊക്കെ പെറുക്കിയെടുക്കാൻ പോയപ്പോഴേ ഈ കൊച്ചൻ എൻ്റെ പുറത്തിട്ട് ചവിട്ടി. പിന്നെ എനിക്കിട്ട് ഇത്തിരി തല്ലിയേ. എന്നെ കൊല്ലിച്ചിട്ട് കുഴിച്ചു മൂടാൻ പോകുമെന്ന് പറയുക വല്യേട്ടാ. അവളെ സംബന്ധിച്ചിടത്തോളം അതാണ് കാര്യം. അതാണ് അവൾ മനസ്സിലാക്കിയത്. പക്ഷെ അതല്ല കാര്യമെന്ന് വർഷയ്ക്ക് ഉദയനും മനസ്സിലായി. ശ്രുതി അകത്തേക്ക് കയറിപ്പോയിരുന്നു. വർഷ പതിയെ മേരിയെ തോണ്ടി. മേരി പതിയെ വർഷയുടെ ചെവിയിൽ പറഞ്ഞു. ശ്രുതി കൊച്ചിൻ്റെ ആങ്ങളയില്ലേ ഇപ്പോൾ വണ്ടിയെ പോയേ? ആ കൊച്ചൻ. അത് വന്നപ്പോൾ സാച്ചി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കയറിപ്പിടിച്ചെന്നോ ഏതാണ്ടൊക്കെ ചെയ്തെന്നോ. സുഖോ അത് കണ്ടുകൊണ്ട് വന്നെന്നോ. പോരെ പൊടിപുരം. പിറുവിറുക്കാനായിരുന്നുവെങ്കിലും മേരി പറയുന്നത് അടുത്തു നിന്നിരുന്ന ഉദയനം കിട്ടും. അവൻ്റെ മുഖം ചുവന്നുപോയി. കൊള്ളാമല്ല പുതിയ ബന്ധക്കാർ, വർഷ തൃപ്തിയോടെ പറഞ്ഞു. വിനയനെ തരം താഴ്ത്താൻ കിട്ടിയ സന്ദർഭം. ശ്രുതിയെ ഇവിടെ എല്ലാവരും തലയിൽ വെച്ചിരിക്കല്ലേ, അവളെ താഴ്ത്തിടാൻ പറ്റിയ സന്ദർഭം. വർഷ ഉള്ളിൽ ചിരിച്ചു. എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റും? അകത്തു നിന്നിരുന്ന ശ്രുതി അത് കേട്ടു. ആൾക്കാർ കേൾക്കെ വർഷ അങ്ങനെ പറഞ്ഞത് ശ്രുതിക്ക് സഹിക്കാനായില്ല. അവൾ വരാന്തയിലേക്ക് വന്നു. വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുകയില്ലാത്ത ആരും എൻ്റെ വീട്ടിലില്ല, അവൾ പറഞ്ഞു. ഓ, അതിപ്പോൾ ആരെയാന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണോ? എല്ലാവരും കണ്ടതല്ലേ ഞങ്ങളുടെ വിശേഷ സ്വഭാവം, വർഷ പുഞ്ചിച്ചു. അതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാഗത്ത് എന്താ തെറ്റ്? ശ്രുതി വിട്ടില്ല. ഏത് ആണുങ്ങളെ കണ്ടാലും ദേഹത്ത് അള്ളിപ്പിടിച്ച് കയറുന്ന വൃത്തിയിട്ട സ്വഭാവമാണ് സാക്ഷിക്കുള്ളതെന്ന് വർഷയെടുത്തല്ലേ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പുറത്തെ ചന്ദ്രനെ കയറി പിടിച്ചെന്നും.
വർഷ വേർത്തുപോയി. ദേഹത്തള്ളി പിടിച്ചപ്പോൾ ആണല്ലേ, എൻ്റെ ചേട്ടനും പിടിച്ചു കാണും, അത്രയേ ഉള്ളൂ. അതിലിത്ര പറയാൻ എന്തിരിക്കുന്നു? എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ശ്രുതി അകത്തേക്ക് വീണ്ടും കയറി. ആ ശരിയാ, പെണ്ണ് വിളച്ചിൽ കാട്ടിയപ്പോൾ അയാളെ തിരിച്ചൊന്ന് തൊട്ട് കാണും, അല്ലാതെ പിന്നെ. വർഷ വീണെടുത്ത് കിടന്നവരുണ്ട്. അപ്പം അവൾ ഉദയനെ നേർക്ക് തിരിഞ്ഞു. ഉദയേട്ടൻ വരുന്നുണ്ടോ? അവൾ നടന്നു കഴിഞ്ഞു. ബൈക്ക് പിന്നാലെ ഉരുട്ടിക്കൊണ്ട് ഉദയനും നടന്നു കഴിഞ്ഞു അപ്പുറത്തേക്ക്. ഒറ്റയടിക്ക് സാച്ചിയെ കൊന്നുകളയാനുള്ള ദേഷ്യം സുഖുവിന് അപ്പോഴുണ്ടായി. ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടിരുന്ന സുഖവും ദേവൂട്ടിയും കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ സാച്ചിയുടെ രൂപത്തിൽ ജന്മം എടുത്ത് തങ്ങളുടെ അപമാനവും വേദനയും ഒക്കെ ആയിത്തീരുന്നതെന്ന്. അല്ലാതെ എന്ത് പറയാനാണ്? വിനയം വരുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? ശ്രുതിയുടെ ഭയം അതായിരുന്നു. വർഷയെടുത്തിട്ട് നാവടക്കാനും അയൽക്കാർക്ക് മുൻപിൽ തലതവർക്കാനും വേണ്ടി അങ്ങനെ പറഞ്ഞു ജയിച്ചുവെങ്കിലും ശ്രുതിക്കറിയാം തന്നേട്ടൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന്. വലിയ അപമാനം തന്നെയാണത്. ഇനി ചേട്ടന് ഈ വീട്ടിലേക്ക് ഒരിക്കലും വരാനാവില്ല. ഏട്ടനെ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയായിരുന്നു. നേരിയൊരു പിഴവ് കൊണ്ട് ഏട്ടൻ തന്നെ അതില്ലാതാക്കി. വിനയൻ സന്ധ്യയ്ക്ക് മുമ്പ് എത്തി. വന്നത് ധൃതിയിലായിരുന്നു. മുഖത്ത് പരിഭ്രമവും പരവശതയും. വന്നപാട് ശ്രുതിയോട് പറഞ്ഞു, വേഗം ഒരുങ്ങ്, വീട് വരെ പോകണം. ശ്രുതി ഞെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു, വിനയേട്ടൻ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനാണോ? എൻ്റെ ഈശ്വര, എന്താണ് ഉദ്ദേശം? സ്തംഭിച്ചു നിൽക്കുന്ന ശ്രുതിയോട് വിനയം വീണ്ടും പറഞ്ഞു. പറഞ്ഞു കേട്ടില്ല ശ്രുതി, വേഗം ഒരു സാരി എടുത്തിട്ട് ഇറങ്ങാൻ. എന്തിന്? ശ്രുതിയുടെ സ്വരം വരെയായിരുന്നു. പറഞ്ഞില്ലേ വീട് വരെ പോകണമെന്ന്. എന്തിനാണിപ്പോൾ വീട്ടിലേക്ക്? അതോ ഈ സന്ധ്യയ്ക്ക്? ശ്രുതിക്കെപ്പോഴും വിറയാർന്ന സ്വരം. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനാണോ? വഴക്കുണ്ടാക്കാനോ? വിനയം എന്താളിച്ച്. എന്തിന്? ഏട്ടനൊരു അബദ്ധം പറ്റി. ഇനി അത് എൻ്റെ നാട്ടിലുള്ളവരെ അറിയണോ? അത്രയ്ക്കും വലിയ പൊറുക്കാനാവാത്ത തെറ്റാണോ ഏട്ടൻ ചെയ്തത്? ശ്രുതി കരഞ്ഞുപോയി. വിനയൻ അന്താളിച്ചു പോയി. ശ്രുതി പൊട്ടിപ്പിളർന്നതുപോലെ കിടക്കയിലേക്ക് വീണ് ഉറക്കെ കരച്ചിലായി. ശ്രുതി, ശ്രുതി! അവൻ അവളെ തൊട്ട് വിളിച്ചു. അവളെ കരച്ചിലിന് വോളിയം കൂട്ടി തള്ളു. എന്തിനാ കൊച്ചേട്ടാ ശ്രുതി ചേച്ചി കരയിക്കുന്നത്? സാച്ചിക്ക് ശ്രുതിയുടെ കരച്ചിൽ സഹിച്ചില്ല. അവൾ കണ്ണീര് തുടയ്ക്കാൻ ചെന്നു. ശ്രുതി അവളുടെ കൈതട്ടി മാറ്റി. സാച്ചി! മുറിക്ക് പുറത്തു നിന്നിരുന്ന സുഖു വിളിച്ചു. വിളി കേട്ടതോടെ സാച്ചി മുറിയിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് അവൾ വിളിച്ചു കൂവി. സാച്ചി ഈ മുറ്റത്ത് നിൽക്കുക വച്ചാ. ശ്രുതി ചേച്ചിയുടെ സാച്ചിയുടെ അങ്ങും പോയില്ലായിരുന്നു. സുഖു അവളെ ശ്രദ്ധിച്ചില്ല. അന്താളപ്പോടെ ഇറങ്ങി വരുന്ന മകനെ ശ്രദ്ധിച്ച് വിനയൻ സുഖുവിന് മുൻപിൽ നിന്നു. എന്താ അച്ഛാ ശ്രുതി പറയുന്നത്? നീ അവളെയും കൂട്ടി എന്തിനാണിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്? അത് വിനയനൊന്ന് പരുങ്ങി. അച്ഛനും അമ്മയും കൂടി ഒരുങ്ങിക്കോ, ഞാനത് പറയാൻ വരുമായിരുന്നു. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം ഇപ്പം തന്നെ. സാച്ചി ഒരുക്ക്. എന്തിനാണത്? സുഖു തികച്ചും ഗൗരവത്തിലായി. അത് അളിയനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വിനയൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. സുരേന്ദ്രനോ? സുഖു നടങ്ങി. അതെ, വൈകുന്നേരമാണ്. ബൈക്ക് ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു. ഒരാളിപ്പോൾ കടയിൽ വന്നതാണ്. അതിന് വീട്ടിലേക്ക് എന്തിന്? ഹോസ്പിറ്റലിൽ പോയാൽ പോരെ? ഹോസ്പിറ്റലിൽ വിനയൻ്റെ സ്വരം ഒന്ന് വിറച്ചു. വേണ്ട, വീട്ടിലേക്ക് പോകാം, അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ സുഖവും പതറിപ്പോയി. അവിടെ വെച്ച് തന്നെ വിനയം വിതുവി. എൻ്റെ ഏട്ടാ, ആ സംഭാഷണം അടുത്തു വന്ന ശ്രുതി കേട്ടിരുന്നു. അവളെ പിന്നോക്കം വീണു. അധ്യായം 34. വണ്ടി ഓടിക്കുന്നതിലുണ്ടായ അശ്രദ്ധയോ അതോ തൈമറ്റത്ത് നടന്ന സംഭവത്തിൻ്റെ മനസ്സിലുണ്ടായ പതർച്ചയോ? രണ്ടിലേതെന്നറിയില്ല. എതിരെ വന്ന കാറ് സുരേന്ദ്രനെ കാണാൻ കഴിയാതെ പോയി. ബൈക്ക് ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. സുരേന്ദ്രൻ പക്ഷേ തെറിച്ചു വീണത് കാറിന് മുന്നിലേക്ക് തന്നെയാണ്. കാർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. എങ്കിലും മുൻപിൽ വീണ സുരേന്ദ്രനെ തലച്ചോറ് തെറിപ്പിച്ചിട്ടേ അത് പൂർണ്ണമായി നിന്നുള്ളൂ. റോഡിൽ കിടന്ന് സുരേന്ദ്രൻ പിടച്ചു. അത് ഏതാനും നിമിഷത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ ആ പിടച്ചിൽ നിന്നു. ശ്വാസം നിന്നു. സുരേന്ദ്രൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപാണ്. ബോധം കെട്ടുപോയി ശ്രുതി. ഇടയ്ക്ക് ഉണർന്നാലും വീണ്ടും കരഞ്ഞ് സ്വയം ഇടിച്ചും പിന്നെയും ബോധം കെടുകയായി. വിവരം അറിഞ്ഞപാടെ ശ്വാസം വലിങ്ങിയത് സരസുവിനാണ്. അവർ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. വിനയനോടൊപ്പം തന്നെ സുഖവും ദേവൂട്ടിയും വീട്ടിലേക്ക് സന്ധ്യയ്ക്ക് തന്നെ പോന്നിരുന്നു. സാച്ചി ഒപ്പമുണ്ട്. ചെന്നപ്പം മുതലേ അവൾ അന്വേഷിക്കുന്നുണ്ട്. സുചേച്ചിയുടെ സുരഞ്ചേട്ടനെന്തേ? കണ്ടില്ലായിരുന്നല്ലോ. മിണ്ടായിരിക്കും പെണ്ണെ, സുരേന്ദ്രനിപ്പോൾ വരും, ദേവൂട്ടി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. രാത്രി വിഷന്നപ്പോൾ അവൾ കരച്ചിലായി. സുഖ തന്നെ അവളെയും കൊണ്ട് ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഊണ് വാങ്ങിച്ചു നൽകി. പോരുമ്പോൾ കുറേ ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ മേടിച്ചു കയ്യിൽ കൊടുക്കുകയും ചെയ്തു. സാച്ചിക്ക് പരം ഒരു സന്തോഷം വേറെ എന്തുണ്ട്? സുഖുവിന് വല്ലാത്ത കുറ്റബോധമായിരുന്നു. താൻ സുരേന്ദ്രനെ ഒരുപാടൊക്കെ പറഞ്ഞു അയൽക്കാർക്ക് മുന്നിൽ വെച്ച്. ആ സങ്കടമാണ് അവൻ്റെ സമനില തെറ്റിച്ച് മരണത്തിന് മുമ്പിലെത്തിച്ചെന്ന് അയാൾ വിശ്വസിച്ചു. സുരേന്ദ്രനെക്കുറിച്ച് ആർക്കും മോശമായ ഒരു അഭിപ്രായമില്ല. നല്ല ചെറുപ്പക്കാരൻ. ഇവിടെ വന്നിട്ട് പലരും തമ്മിൽ പറയുന്നത് കേട്ടു സുഖു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാകാം,
സാച്ചിയോട് അങ്ങനെ പെരുമാറാൻ കാരണം എന്ന് കരുതി അങ്ങനെ ഒരു രംഗം കണ്ടാൽ ക്ഷമിക്കാൻ സാധാരണ നിലയിലുള്ള ഒരു പിതാവിനും കഴിയില്ല. ഒരു പിതാവിൻ്റെ കടമ അത്രയേ താൻ ചെയ്തുള്ളൂ. തൈമുറ്റത്ത് നടന്ന സംഭവം സുഖു ആരോടും പറഞ്ഞില്ല. നല്ലൊരു ചെറുപ്പക്കാരൻ്റെ നിഴലിൽ മരണശേഷം കരിപുരളാതിരിക്കാൻ തന്നെയാണത്. പുലർച്ചെ സുഖു സാച്ചിയോടൊപ്പം ചായക്കടയിലെത്തി. ഇടിയപ്പവും മുട്ടക്കറിയും മുൻപിൽ കിട്ടിയപ്പോൾ സാച്ചിയുടെ കണ്ണുകൾ വിടർന്നു. തിന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും സുധിച്ചേച്ചിക്കും കൊച്ചേട്ടയ്ക്കും ഒക്കെ കഴിക്കാനുള്ളത് മേടിച്ചു കൊണ്ടുപോകണമെന്നായി. സുഖു വല്ലവേദനയും അവളെ അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നു. വരുന്ന വഴിവക്കൽ ഉദയനെയും വർഷനെയും കണ്ടു. മരണം അന്വേഷിച്ച് അവർ വരുന്നത് എപ്പോഴാണ്. ചേച്ചിയമ്മേ, അച്ഛനെ എനിക്ക് ഒത്തിരി ഇടിയപ്പവും മുട്ടക്കറിയും മേടിച്ചു തന്നായിരുന്നു. വാ ചേച്ചിയമ്മയ്ക്കും അച്ഛൻ മേടിച്ചു തരും. വാ ചേച്ചിയമ്മേ. സാച്ചി വർഷയുടെ കയ്യിൽ പിടിച്ചു. എനിക്കിപ്പോൾ വേണ്ട. വർഷ കൈ പിൻവലിച്ചു. ഉദയൻ വണ്ടി മുൻപോട്ട് വിട്ടു. പിന്നാലെ അവരും. ഉച്ചയ്ക്ക് മുമ്പ് മൃതശരീരം എത്തി. മുറ്റത്തിട്ട പന്തലിൽ പെട്ടിക്കുള്ളിലാക്കി ആ ശരീരം കണ്ടു. അത് കണ്ടപാടെ സാച്ചി ദേവൂട്ടിയോട് ചോദിച്ചു, അയ്യോ അമ്മേ, സുരഞ്ചേട്ടൻ ചത്തുപോയ അമ്മേ, ദാൻ്റെ പെട്ടിക്കകത്ത് കിടക്കുക. ദേവൂട്ടി അവളുടെ ചെവിയിൽ പറഞ്ഞു. പതുക്കെ പറയുമണേ, സുരഞ്ചേട്ടനെ പെട്ടിയോടെ തീക്കകത്തിട്ട് കത്തിക്കാൻ പോകുവാണമ്മേ, സാച്ചി പതിയെ ചോദിച്ചു. ആ, ദേവൂട്ടി പറഞ്ഞു. അവൾക്ക് കണ്ണുകൾ തുളുമ്പിപ്പോയി. താൻ കാരണമാണോ ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടായതെന്ന് പോലും ചിന്തിക്കാനാവാതെ സാച്ചി സുരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. തിരിച്ചു വരുമ്പോൾ അവൾ പറഞ്ഞു, ആ സുരഞ്ചേട്ടനെ കത്തിക്കണ്ടായിരുന്നമ്മേ, നല്ല ചേട്ടനായിരുന്നു. എനിക്കൊത്തിരി അപ്പം കൊണ്ടുവന്ന നല്ല ചേട്ടനാണ്. എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു. ദേവൂട്ടിയോ സുഖുവോ മിണ്ടിയില്ല മറുപടിയായിട്ട്. ഉദയനും വർഷയും ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ പാടെ പോന്നു. അന്നത്തെ ദിവസം താമസിച്ച പിറ്റേന്നാണ് ദേവൂട്ടിയും സുഖവും മടങ്ങിയത്. ശ്രുതിക്ക് ശരിയായ ബോധം വീണു കഴിഞ്ഞ് അവളെ സമാശ്വസിപ്പിക്കാൻ ദേവൂട്ടിയും സുഖവും ശ്രമിച്ചിരുന്നു. സരസു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെയാണ്. ഒരു ദുരന്തം നടന്ന ആ വീട്ടിൽ നിന്നും ശ്രുതിയെ ഉടനെ ഇറക്കുന്നത് മര്യാദയല്ലല്ലോ. ശ്രുതിയുടെ ആശ്വാസത്തിനായി വിനയനും അവിടെ തങ്ങി. 2 ആഴ്ച കഴിഞ്ഞാണ് സരസു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയത്. വീട്ടിലെത്തിയിട്ടും അവരുടെ നില പൂർവാധികം വഷളായതേ ഉള്ളൂ. മകൻ്റെ പെട്ടെന്നുള്ള വേർപാട് അവരെ തളർത്തി. അവർ കിടക്കയെ ശരണം പ്രാപിച്ചു. ശ്വാസം തള്ളൽ കാരണം ശരിക്കും ആഹാരം കഴിക്കാൻ പോലും വയ്യാതായി. അമ്മയുടെ അടുത്ത് തന്നെ ശ്രുതിയിരുന്നു, നഷ്ടവും സങ്കടവും പങ്കുവെച്ചുകൊണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ വിനയൻ തൈമുറ്റത്ത് വന്നു. അവൻ സുഖുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. സരസുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഒരു നല്ല തുക തന്നെയായിരുന്നു. അത് കടമാണ്. കടം മാത്രമല്ല, വേറെയുണ്ട്. ശ്രുതിയുടെ വിവാഹ ആവശ്യത്തിനായി സുരേന്ദ്രൻ വരുത്തിയ കടമാണ്. അത് വീട്ടാനുള്ള ചുമതല ഏറ്റില്ലെങ്കിൽ ക്രമേണ ആ കിടപ്പാടം പോയെന്നിരിക്കും. നീ ഇതൊക്കെ എങ്ങനെ വായിക്കുമെന്നാ? സുഖു അന്താളിപ്പോടെ ചോദിച്ചു. കടയിൽ നിന്നാലും നിനക്കൊരു മാസം കിട്ടുന്നത് തുച്ഛമാണെന്ന് അവർക്കും അറിയത്തില്ലടാ. അവിടെ അളയൻ്റെ കടയുണ്ടല്ലോ അമ്മേ. അച്ഛാ, നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻ്ററാണത്. ഇനിയിപ്പോൾ അവിടെ ആരായിരുന്നു റിപ്പയർ ചെയ്യാൻ? ആരും നോക്കാതിരുന്നാൽ അതൊക്കെ അനാഥായി പോവും. അങ്ങനെ ഒരു കട അവിടെ ഇട്ടേച്ച് ഞാനെന്തിന് തുച്ഛമായ ശമ്പളത്തിന് വേറെ പണിയുന്നത്? അതേ പണി അവിടെ ഇരുന്ന് പണിതാലേ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. ആ കടങ്ങളും വീട്ടാം. കേട്ടപ്പോൾ നല്ലതാണെന്ന് സുഖുവിനും ദേവൂട്ടിക്കും തോന്നി. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. വീടിൻ്റെ മുൻപിലുള്ള കടയും രാവും പകലും പണിയുണ്ടാകും വിനയന്. സരസിനെ നോക്കാൻ ശ്രുതിയും എപ്പോഴും ആ വീട്ടിലുണ്ടാകണം. എന്ന് വെച്ചാൽ തൈമുറ്റത്തേക്ക് ഇരുവർക്കും ഇനി വന്ന് താമസിക്കാനാവില്ല. ഈട്ടിക്കൽ തന്നെ താമസിക്കണം. സുഖു ആലോചിച്ചു. ദേവൂട്ടി തൈമുറ്റത്ത് നിന്നും അകന്നു നിൽക്കുമ്പോൾ വിനയനും ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ എന്താ ചെയ്യുക? മാത്രമല്ല, വിനയന് സ്വന്തമായിട്ടൊരു പണിസ്ഥലം സ്ഥിരമായൊരു വരുമാനമാർഗം ഉണ്ടാവുന്ന കാര്യമാണ്. സുഖു സമ്മതിച്ചു. അച്ഛനും അമ്മയും സാച്ചി ഒറ്റയ്ക്കാകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. വിനയൻ വിഷമത്തോടെ പറഞ്ഞു. അതിന് ഞങ്ങൾ ഒറ്റയ്ക്കാണോ? അവരപ്പുറത്തല്ലേ. ഒരു മതിൽ കെട്ടിയെങ്കിൽ എന്നാടാ, ഒരു ഭിത്തിക്കപ്പുറത്തല്ലേ അവർ. ഒരാവശ്യം വന്നെങ്കിൽ ഓടി വരാണ്ടിരിക്കുമോ? സുഖു അവനെ സമാധാനിപ്പിച്ചു. ഞങ്ങൾ വരാൻ വേണ്ട ഇടയ്ക്ക്. അച്ഛനും അമ്മയും സാച്ചിയും കൂടി അങ്ങോട്ട് വരണം പറ്റുമ്പോഴൊക്കെ. ശ്രുതിക്ക് അതൊരു ആശ്വാസമാവും. ഞങ്ങൾ വരാടാ. സുഖു സമ്മതിച്ചു. ദേവൂട്ടിയും സമ്മതിച്ചു. ഞാനും വരാൻ കൊച്ചട്ടാ ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ, സാച്ചി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിനയം വന്നു. വിശേഷങ്ങൾ ആരാഞ്ഞു. കുറച്ച് പണം ദേവൂട്ടിക്ക് നൽകി. പിറ്റേ ആഴ്ചയും വന്നു. ശ്രുതി എന്താടാ വരാത്തേ? അവൾക്ക് അമ്മയെ വിട്ട് എങ്ങനെയാണ് അമ്മ വരിക? വിനയൻ ചോദിച്ചു. സത്യമാണെന്ന് ദേവൂട്ടിക്ക് തോന്നി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സുഖവും ദേവൂട്ടും സാച്ചിയും കൂടി ഊട്ടിക്കലേക്ക് പോയി. ശ്രുതിയുടെ സ്വീകരണം അത്ര ഊഷ്മളമായിരുന്നില്ല. തണുപ്പം മട്ട്. അത്രയും നാൾ കാണാതിരുന്ന് കണ്ടപ്പോഴുള്ള സ്നേഹം അവൾ കാട്ടിയതേയില്ല. അടുക്കളയിൽ എന്തൊക്കെയോ വെച്ചുണ്ടാക്കി അവൾ വിളമ്പിക്കൊടുത്തു. ആ സ്നേഹമില്ലായ്മ സുഖുവിനും ദേവൂട്ടിക്കും മനസ്സിലായി. ഇരുവരും വിഷമത്തോടെ മുഖത്തോട് മുഖം നോക്കി. വർഷയുടെ ദുസ്സഹമായ പെരുമാറ്റം കൊണ്ട് മനമെടുത്ത ദേവൂട്ടിക്കും സുഖുവിനും ശ്രുതിയോടുള്ള സ്നേഹം അമൃതമഴയായിരുന്നു.
പക്ഷെ അത് നഷ്ടമായി. സരസുവും പഴയ അടുപ്പം കാട്ടിയില്ല. സാച്ചി ഉത്സാഹത്തോടെ ഓടി നടന്നു. സരസുവിനോട് എന്തൊക്കെയോ അവൾ കിരികിലെ സംസാരിച്ചു. സരസു തിരിഞ്ഞു കിടന്നേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല. അമ്മയെ ശല്യം ചെയ്യേണ്ട, പുറത്തിറങ്ങിപ്പോ സാച്ചി, ശ്രുതി ശ്വാസിച്ചു. ശ്രുതി ചേച്ചിയുടെ അമ്മ എന്നോടൊന്നും മിണ്ടിയില്ല ശ്രുതി ചേച്ചി, സാച്ചി പരാതി പറഞ്ഞു. ഓ, ഇനി മിണ്ടാത്ത കുഴപ്പമേ ഉള്ളൂ, ശ്രുതി അനിഷ്ടത്തോടെ പറഞ്ഞു. ഇത്തിരി സ്നേഹം കൂടുതൽ കാട്ടിയതിൻ്റെ അനുഭവം കിട്ടി. ഒന്നിനെ കുഴിയിലാക്കിയില്ലേ, ഈ കുടുംബം അനാഥാക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും വന്നു. പൊട്ടിയായിട്ട് ഇത്രയും, ഇക്കണക്കിന് ചൊവ്വളതനെയായിരുന്നെങ്കിലോ? സാച്ചിക്ക് ശ്രുതി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പിടികിട്ടില്ല. എങ്കിലും അവൾക്ക് സങ്കടം വന്നു. ശ്രുതി ദേഷ്യപ്പെട്ടു എന്നവൾക്ക് മനസ്സിലായല്ലോ. അവൾ വായി പിളർന്നവടി കരഞ്ഞു. മുറ്റത്തായിരുന്ന സുഖവും ദേവൂട്ടിയും വിനയനോടൊപ്പം. മൂവരും നോക്കി. സാച്ചി അവർക്കരികിലെത്തി. ശ്രുതി ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു. സാച്ചി ഏങ്ങലടിച്ചു. വിനയൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ശ്രുതിയുടെ അരികിലെത്തി. എന്താ ശ്രുതി ഇത്? അവൾ എന്താ പറഞ്ഞത്? ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ? വിനയൻ ശ്വാസിച്ചു. ബുദ്ധിയില്ലാത്ത കുട്ടിയത്രേ. ബുദ്ധിയില്ലാത്തത് കൊണ്ട് എൻ്റെ ഏട്ടൻ കുഴിയിലായി. പോരായിരിക്കും, ശ്രുതി പിറുപിറുത്തു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.